സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ പള്ളിയിലോട്ട് പോവാണ്. നെക്സ്റ്റ് വീക്ക് എൻ്റെ ബർത്ത്ഡേ ആണ്, ഒരു 2-3 ഡേയ്സ് കഴിയുമ്പോൾ. അപ്പോൾ ഞങ്ങൾ ഓർത്ത് ഒന്ന് പള്ളിയിലൊക്കെ പോയി ഒന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ വീട്ടുകാരെല്ലാവരുമായിട്ട് പോവാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ കൂടെ അപ്പൂപ്പനും ഉണ്ട്. അപ്പൂപ്പന് ഭയങ്കര വിശ്വാസമുള്ള ഒരു അച്ഛനാണത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. എവിടെയാണെന്നല്ലേ? കൈനഗിരി, ആലപ്പുഴ. അപ്പോൾ ഈ കാണുന്നത് AC റോഡാണ്. എനിക്ക് വൺ ഓഫ് ദി മോസ്റ്റ് ഇഷ്ടപ്പെട്ട റൂട്ടാണത്. അതെന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലും പാടങ്ങളും വെള്ളവും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായ കാഴ്ചയൊക്കെ കണ്ടു പോകാൻ പറ്റുന്ന ഒരു റോഡ്. അതിന് ഇവിടുന്ന് കുറച്ച് കട്ട് ചെയ്ത് ഉള്ളിലോട്ട് പോകണം. നമ്മൾ കൈനഗിരി എന്നൊക്കെ പറയുമ്പോൾ കായൽ ഏരിയയൊക്കെയാണ്. ഈ റൂട്ട് പോകുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഒരു 2 വീലറോ 4 വീലറോ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും. 2 വീലർ വന്നു കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് കഷ്ടപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന പറയും. പക്ഷേ 4 വീലറൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലതായിട്ട് പെട്ടുപോകും കേട്ടോ. അപ്പം ഈ റൂട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്ത് ചെറിയ ഇടുങ്ങിയ വഴിയാണ്. നിങ്ങൾ പോകുന്ന എല്ലാ കായലിൻ്റെ സൈഡിൽ കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇതേ പള്ളിയിലോട്ടുള്ള വഴി കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ ഈ റൂട്ട് വഴിയാണ് പോകുന്നത്. കണ്ടല്ലോ, ഇത്രയും ചെറിയ ഇടവഴി കൂടെ വേണം കയറിപ്പോകാൻ. അപ്പോൾ ഈ പോകുന്ന പള്ളി എവിടെയാണെന്നല്ലേ? അപ്പം ഞങ്ങളിന്ന് പോകുന്നത് ചാവറ പള്ളിയിലാണ്. അപ്പം അവിടുത്തെ അച്ഛനെന്ന് പറയുമ്പം കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്നാണ്. അച്ഛൻ്റെ ജന്മസ്ഥലമാണ് കൈനഗിരി. അപ്പം അവിടുത്തെ ചർച്ചിലോട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ ഹിന്ദുവാണ്, എന്തിനാണ് ക്രിസ്ത്യൻ പള്ളി പോകുന്നത് എന്നുള്ളൊരു ചോദ്യം വേണ്ട. ഞാൻ വിശ്വസിക്കുന്ന ഒരു ശക്തിനെയാണ്. ആ ശക്തിനെ മനുഷ്യനാണ് ഇതുപോലെ പലതായിട്ട് വിഭജിച്ചേക്കുന്നത്. സോ ഞാൻ എല്ലാത്തിനെയും വിശ്വസിക്കുന്നുണ്ട്. ഏത് പള്ളിയാണെങ്കിലും, ഒരു മുസ്ലിം പള്ളി, ക്രിസ്ത്യൻ പള്ളി, ഒരു അമ്പലം കണ്ടാലും ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ ഇതാണ് ജന്മസ്ഥലം കേട്ടോ അച്ഛൻ്റെ. ഇതിൻ്റെ അകത്തൊരു ചെറിയ മ്യൂസിയം പോലെ വെച്ചേക്കുവാണ്, നമുക്ക് കയറി കാണാം. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് അച്ഛൻ്റെ കുടിലാണ്. കുടിലെന്ന് പറയുമ്പോൾ വീട്, പഴയ കാലത്തെ രീതിയിൽ നിർമ്മിച്ചേക്കുന്ന ഒരു വീടാണ്, ഓലമേഞ്ഞത്. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് കയറി പ്രാർത്ഥിക്കാം. അച്ഛനെ പ്രാർത്ഥിക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിന് ചുറ്റിനും നടന്ന് പ്രാർത്ഥിച്ച് പള്ളിയിലൊക്കെ കയറി തൊഴുതിട്ടൊക്കെയാണ് ഇറങ്ങിയത്. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇത് താഴത്തോട്ട് ഇറങ്ങി നോക്കാം. അപ്പം വീട്ടുകാർക്കൊരു പേടിയായിരുന്നു അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ, അലൗഡ് ആണോ എന്ന്. പക്ഷേ അവിടെ നിന്ന് എഴുതിയിട്ടില്ലായിരുന്നു. സോ ഞാൻ ഉള്ളിലോട്ട് കയറി നോക്കി അവിടെ എന്താന്ന്. അവിടെ അച്ഛൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നതും വീഡിയോ എടുക്കുന്നതും കണ്ടിട്ട് അവിടുത്തെ പിള്ളേരെന്നെ നോക്കി ചിരിക്കുമായിരുന്നു. ഞാൻ ചിരിച്ച് കാണിച്ചായിരുന്നു. അങ്ങനത്തെ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന അച്ഛൻ റെക്കോർഡ് ചെയ്ത് തന്നെയാണ് വീഡിയോയിൽ ഇൻവോൾവ് ആക്കാൻ വേണ്ടി. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇനി ഒരു വഴിപാട് നടത്തണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുർബാനയ്ക്ക് നമ്മുടെ വീട്ടുകാരുടെ പേര് പറഞ്ഞ്, വീട്ടിലെ ഏറ്റവും മൂത്ത അംഗത്തിൻ്റെ പേരൊക്കെ പറഞ്ഞ് അവിടെ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ വഴിപാട് നടത്തി 1000 രൂപയായിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങി ഞങ്ങൾ മെഴുകുതിരി കൊണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാവരും മെഴുകുതിരി കത്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പം ഞാൻ കടയിൽ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ട്, ഒരു കൊന്തയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എടുക്കാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം ഞാനും മെഴുകുതിരി കത്തിച്ചു. ഇനിയിപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് അല്ലേ, പിന്നെ ചേട്ടൻ്റെ പഠിത്തം കാര്യങ്ങളൊക്കെ കാരണമാണ് നമ്മളിവിടെ വന്ന് പ്രാർത്ഥിക്കാമെന്ന് വെച്ചത്. നമുക്ക് നല്ല വിശ്വാസമായിട്ട് ഇവിടുത്തെ അച്ഛനെ ഇടയ്ക്കൊക്കെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആലുവയിൽ അച്ഛൻ മരണപ്പെട്ട ആലുവയിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അവിടെ പള്ളിയിലും പോയിട്ടുണ്ട് ഞങ്ങൾ. അതേപോലെ തന്നെ 19-ാം നൂറ്റാണ്ടിൽ അച്ഛൻ ഇവിടുത്തെ പ്രീസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ മെഴുകുതിരിയെല്ലാം കത്തിച്ച് കഴിഞ്ഞിട്ട് ഇനി ഉള്ളിൽ കയറി ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് വെച്ചു. അപ്പം ഇതായിരുന്നു അകത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളത് ഇറങ്ങുവാണ്. അങ്ങനെ പള്ളിനോട് ബൈ ബൈ പറഞ്ഞ് ഇനിയും കാണാം, ഇനിയും വരുമെന്ന് പറഞ്ഞ് ഇറങ്ങുവാണ്. ഇനിയിപ്പോൾ നേരെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. ഈ പിള്ളേരായിരുന്നു എന്നെ നോക്കി ചിരിച്ചു കേട്ടോ. അവരവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ പോകുമ്പോഴും ചിരിച്ചു കാണിച്ചിട്ടാണ് പോകുന്നത്. ഇതാറ് സ്ഥലതാ? രവിയച്ഛൻ്റെ അല്ലേ? രവിയച്ഛൻ ജനിച്ചു വളർന്ന സ്ഥലം. രവിയച്ഛൻ്റെ സ്കൂളിൽ ഈ കാണുന്നല്ലേ? ഇതല്ലേ രവിയച്ഛൻ്റെ സ്കൂള്? നൂറാ? 150? ആലപ്പുഴ എന്ത് മനോഹരമല്ലേ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഞാനിവിടെ ജനിച്ചത് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു പ്ലേസ് തന്നെ എന്ന് പറയാം. അങ്ങനെ അതേ അപ്പൂപ്പനെ ഇറക്കി. അപ്പൂപ്പൻ അങ്ങനെ ബസ്സിനാണ് പോകുന്നത്. അങ്ങനെയുള്ള ഫസ്റ്റ് കയറി ആറാൻവിയിലാണ്. അവിടെ നിന്ന് എനിക്ക് 2-3 ഡ്രസ്സ് എടുത്തു. അത് കഴിഞ്ഞിട്ട് നേരെ അച്ഛന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ് പോയിട്ട്. അച്ഛൻ്റെയും പിറന്നാളാണ് 2 ദിവസം കഴിയുമ്പോൾ. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ആകെ 2 ദിവസത്തിൻ്റെ വ്യത്യാസമുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നേരെ സ്റ്റുഡിയോയിലാണ് പോയത്. അവിടെ നിന്ന് ഡ്രസ്സ് എടുത്ത് സ്റ്റൈൽ യൂണിയനിൽ നിന്ന് ഡ്രസ്സ് എടുത്തിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. അത് ആ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അതിന് ഫുഡും കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുമായിരുന്നു. അപ്പം ലാസ്റ്റ് ഭാഗങ്ങളിലൊന്നുമില്ല. അപ്പം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാന്ന് വെച്ചു. അപ്പം അതിൻ്റെ ഇടയ്ക്കൊരു ഔട്ട്ഫിറ്റ് ചെക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ഷോർട്ടായിരുന്നു. എനിക്ക് കുറേ വീഡിയോസൊന്നും ഇൻവോൾവ് ആക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. കുറച്ച് ഓട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് 3 പേർക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ ഞങ്ങൾ നമസ്തേ ടിഫിനിൽ പോയി ഫുഡും കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകുമായിരുന്നു. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.